ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് 84 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1863 മുതൽ നിലനിന്നിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPC നിയമങ്ങൾക്ക് പകരമായി 2023 പാസാക്കപ്പെട്ട പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. ശേഷം 2024 ജൂലൈ 1 നിയമം പ്രാബല്യത്തിൽ വന്നു. അതായത് ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ ഇനിയില്ല. പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് ഉണ്ടാവുക. കഴിഞ്ഞുപോയ ബ്രിട്ടീഷ് നിയമങ്ങളുടെ ഭാരതീയവൽക്കരണമാണ് ഭാരതീയ സംഹിത. സ്വതന്ത്ര ഇന്ത്യക്ക് മുൻപ് രൂപീകൃതമായതിനാൽ തന്നെ IPC നിയമങ്ങൾ ഇന്ത്യയുടെ പൂർവ്വകാലത്തെ കൊളോണിയൽ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നും ഇത് കാലഹരണപ്പെട്ട വ്യവസ്ഥകളും നിയമങ്ങളും അടങ്ങിയതാണെന്നും മാറുന്ന കാലത്തെ അവകാശങ്ങളും താൽപര്യങ്ങളും പിന്തുടരുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും ഭാരതീയ സംഹിതയിലേക്ക് രാജ്യത്തിന്റെ നിയമാവലിയെ എത്തിച്ചത് എന്നാണ് സർക്കാർ പക്ഷം. നേരത്തെയുണ്ടായിരുന്ന വകുപ്പുകളിൽ ചിലതിൽ മാറ്റം വരുത്തിയും ചിലത് കൂട്ടിച്ചേർത്തുമാണ് പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യദ്രോഹക്കുറ്റം എന്ന വാക്ക് പുതിയ ക്രിമിനൽ നിയമത്തിൽ ഇല്ല എന്നതാണ്. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, സുരക്ഷ, സാമ്പത്തിക സുരക്ഷ എന്നിവയെ ഹനിക്കുന്നവയെ ഭീകരപ്രവർത്തനമായി ഇനി മുതൽ പരിഗണിക്കും. പൊതുപ്രവർത്തകരെ വധിക്കുന്നതോ അതിന് ശ്രമിക്കുന്നതോ ഈ കുറ്റത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കള്ളനോട്ട് നിർമ്മാണവും അതിന്റെ ക്രയവിക്രയങ്ങളും ഇതിൽപ്പെടും. ഇത്തരം ഭീകരപ്രവർത്തനത്തിന് വധശിക്ഷ, പരോളില്ലാത്ത തടവ്, സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയവയാണ് ശിക്ഷ. ഭാരതീയ ന്യായ സംഹിതയിലെ മറ്റൊരു പ്രധാന ഘടകം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകളും പുതിയ വകുപ്പുകളുമാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരായ കൂട്ടബലാത്സംഗത്തിന് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കും. വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗികാതിക്രമങ്ങളും ശിക്ഷയുടെ പരിധിയിൽ വരും. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യത്തിനും പുതിയ നിയമത്തിൽ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആൾക്കൂട്ട കൊലപാതകങ്ങളെ ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയെന്നതാണ് പ്രധാന മാറ്റങ്ങളിൽ മറ്റൊന്ന്. ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമായിട്ടാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത്. മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുന്നതു മുതൽ അപകീർത്തിപ്പെടുത്തൽ വരെയുള്ള കുറ്റങ്ങൾക്ക് പ്രതിഫലമില്ലാത്ത സാമൂഹ്യ സേവനമാണ് ശിക്ഷ. കോടതി ഉത്തരവിടുന്ന ഏത് ജോലിയും സാമൂഹിക സേവനമായി പരിഗണിക്കപ്പെടും. ലിംഗം എന്നതിന്റെ നിർവചനത്തിൽ ട്രാൻസ്ജെൻഡറുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ ചില കുറ്റകൃത്യങ്ങളിൽ ഇരയുടെ മൊഴികൾ വനിതാ മജിസ്ട്രേറ്റ് തന്നെ രേഖപ്പെടുത്തണം. പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാതെ തന്നെ ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അധികാരപരിധി പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും FIR ഫയൽ ചെയ്യാൻ പുതിയ നിയമം വ്യക്തികളെ അനുവദിക്കുന്നു. ക്രിമിനൽ കേസുകളിൽ വിചാരണ അവസാനിച്ച് 45 ദിവസത്തിനുള്ളിൽ വിധികൾ പുറപ്പെടുവിക്കണം. ആദ്യ വാദം കേട്ട് 60 ദിവസത്തിനകം കുറ്റം ചുമത്തണം. FIR, പോലീസ് റിപ്പോർട്ട്, കുറ്റപത്രം, മൊഴികൾ, കുറ്റസമ്മതം, മറ്റ് രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ 14 ദിവസത്തിനകം ലഭിക്കാൻ പ്രതിക്കും ഇരയ്ക്കും ഒരേപോലെ അർഹതയുണ്ട്. കേസ് വാദം കേൾക്കലിൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ കോടതികൾക്ക് പരമാവധി 2 തവണയായി കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കാനും അനുവാദമുണ്ട്. അറസ്റ്റിലാകുന്ന വ്യക്തിക്ക് അവരുടെ സാഹചര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അഭിഭാഷകനെ അറിയിക്കാൻ അവകാശമുണ്ട്. ഇങ്ങനെ പോകുന്നു ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും ഭാരതീയ ന്യായ സംഹിതയിലേക്കെത്തുമ്പോഴുള്ള പ്രധാന മാറ്റങ്ങൾ. നിയമത്തിന് ശിക്ഷ എന്നതിലപ്പുറം നീതി എന്ന സങ്കല്പത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും ഒരുപോലെ നീതി എന്ന ജനകീയ സങ്കല്പത്തിലേക്ക് രാജ്യത്തെ നയിക്കുക എന്നിങ്ങനെയാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. നിലവിലുള്ള വ്യവസ്ഥയുടെ പുനരാവിഷ്കരണമാണ് എന്നുള്ളതാണ് പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിമർശനം. അതേസമയം പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർവചിക്കപ്പെട്ട നിയമങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കുന്നവയാണ് പുതിയ നിയമങ്ങളെന്നും പഴയ നിയമങ്ങൾ ബ്രിട്ടീഷ് പൈതൃകമായിരുന്നെങ്കിൽ പുതിയത് പൗരകേന്ദ്രീകൃതമാണെന്നാണ് സർക്കാർ നൽകുന്ന മറുപടി.